ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പരനീർപ്പൂ എന്ന സീരിയലിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സുധിയാണ് ലെറ്റർ തന്ന് തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സുധി അച്ഛനോടും അമ്മയോടും പറയുകയാണ്. അപ്പം രേവതി പറയുന്നു സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ പോയി സച്ചേട്ടനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം സച്ചിയോട് രേവതി വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനെന്തിനാ അവൻ്റെ ലെറ്റർ കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്നത്? അതിനെക്കുറിച്ചൊന്നും അറിയില്ല സച്ചേട്ടാ. അദ്ദേഹം പറയുന്നത് സച്ചേട്ടനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നാണ്. അവനെ ഞാനിന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് ചെന്ന് സച്ചി സുധി എടുത്തിട്ടങ്ങ് അടിക്കുകയാണ്. കുറേ അടി കൊണ്ടതിന് ശേഷം പൈലിയോട് പറയും, എടാ പൈലി, നീ എന്നെ രക്ഷിക്കണമെന്ന് പറയും. ബോസിൻ്റെ ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നമാണ്. ബോസ് അനുമതി തരാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയും. ഞാൻ അനുമതി തന്നടാ, നീ അവനെ അടിച്ച് പഞ്ഞിക്കിടാൻ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കൊള്ളുമ്പോഴത്തേക്ക് പൈലി അപ്പോഴേ കോമ സ്റ്റേജിലങ്ങ് വീഴും. അതിനുശേഷം ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുധിയും സച്ചിയായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പം സച്ചി തീരുമാനിച്ചും പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ തെറ്റ് ചെയ്യാതെ നിങ്ങളെ ഒരാൾ ലെറ്റർ തന്ന് ഭീഷണിപ്പെടുത്തത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധി പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് നിൻ്റെ ഭാര്യയായിരിക്കും എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ആരോടത്തും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയും. അപ്പം നമ്മുടെ രവി പറയും, നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. പക്ഷേ അതിന് ശ്രുതി സമ്മതിക്കത്തില്ല. ശ്രുതി പറയും, ഇപ്പം നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസൊക്കെ വരുമ്പോൾ അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് ഇന്നങ്ങ് എസ്കേപ്പ് ആവും. അപ്പോഴത്തേക്ക് രവി പറയുമെങ്കിൽ പിന്നെ വേണ്ട, ഇനി ഇതിൻ്റെ പേരിൽ സംസാരം ഉണ്ടാകുമെന്ന് പറയും. അതിനുശേഷം സച്ചി രേവതിയോട് പറയുന്നുണ്ട്, അവൾക്ക് എന്തോ കള്ളത്തരമുണ്ട് രേവതി, അല്ലെങ്കിൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് പറയുമ്പോൾ അവൾ അതിനെ എതിർക്കത്തില്ലെന്ന് പറയും. അത് വിട്ടേക്ക് സച്ചിയേട്ടാ, ഇനി നമ്മൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിൽക്കില്ല. അല്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഇതിൻ്റെ പുറകിൽ തന്നെ ഞാനുണ്ടെന്ന് സച്ചി ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട്. ക്ഷേത്രത്തിലോട്ട് പോകുമ്പം ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടെ സച്ചിക്ക് പരിചയമുള്ള ഒരാളെ കാണുന്നു. അപ്പോൾ സച്ചി ചോദിക്കുന്നു, ഇവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും 2 ദിവസം മുമ്പേ. അപ്പോൾ സ്വാമി അല്ലായിരുന്നു സച്ചി, അവനൊരു കള്ളനായിരുന്നു. അവൻ അമ്പലത്തിൽ ആഹാരത്തിനുള്ള ഫണ്ട് കളക്ട് ചെയ്യുകയെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നതാണ്. അവസാനം അവൻ കള്ളനാണെന്ന് മനസ്സിലായില്ല. നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവനെ എടുത്തിട്ട് അടിച്ച് എന്ന് പറഞ്ഞു. അവന് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കും. ആ സമയത്ത് അവനെ ആൾക്കാരെല്ലാം ചേർന്ന് അടിച്ചപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു പറയും. ആ വീഡിയോ എടുത്ത സമയത്ത് ആ വീഡിയോ സച്ചിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് നവീനെ നാട്ടുകാരെല്ലാം കൂടി പിടികൂടുമ്പം സ്വാമിയായിട്ട് വേഷം തട്ടിയ സമയത്ത് വിഗ്ഗല്ലേ വെച്ചിരുന്ന, മുടിയും താടിയല്ല. അപ്പോൾ അതെല്ലാം വലിച്ചു വരുമ്പോഴത്തേക്ക് ശരിക്കുള്ള രൂപം കാണും, തലയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ സച്ചിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാവുന്നു. മുമ്പ് ശ്രുതിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി സച്ചിയുടെ കാറിലായിരുന്നു നവീൻദാസ് വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പറയാം, ഇവനെ എനിക്ക് മനസ്സിലായി, സച്ചിക്ക് അറിയാമോ ഇവനെ, എനിക്കിവനെ പരിചയമുണ്ട്, മുമ്പ് ഇവൻ ആളൊരു ഫ്രോഡാണ്, മുമ്പ് ഇവനൊരു പെൺകുട്ടിയെ ശല്യം ചെയ്തതിൻ്റെ പേര് ഞാൻ ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതെന്ന് പറയും. ശരിയെന്ന് പറയും. അങ്ങനെ സച്ചി അത് അറിഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ശ്രുതി ഇത് അപകടം മനസ്സിലാക്കിയ ശ്രുതി മീരയോട് വിളിച്ചു പറയും, അവൻ ഇതിൻ്റെ പുറമേ തന്നെയാണ് മീര, എത്രയും പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ തിരിച്ചു വിടണമെന്ന് പറയും. അതിനെന്താ ഇപ്പോൾ ഒരു മാർഗ്ഗം? അതിനൊരു മാർഗ്ഗമുണ്ട്. ആരുടെ പറയുന്ന വീഡിയോ സച്ചിയുടെ ഫോണിൽ നിന്ന് എടുക്കണമെന്ന് പറയും. അതിനിപ്പോൾ എന്താ ചെയ്യുക? നീ ഒരു തവണ എടുക്കാൻ ശ്രമിച്ചിട്ട് നീ കട്ടിനടിയിലായി പോയില്ലെന്ന് പറയും. ഇപ്രാവശ്യം ഞാനല്ല നീയാണെന്ന്. ഞാനോ? സിംഹത്തിൻ്റെ മടലോട്ടാണോ നീ എന്നെ പറഞ്ഞയക്കുന്നതെന്ന് പറയും. നിനക്കറിയാമല്ലോ അവൻ്റെ സ്വഭാവം. ഒരു കുഴപ്പമില്ലടി, നീ ഒരു ട്രിപ്പിനാന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഫോൺ വിളിക്കണം. നീ കാറിനകത്ത് കയറിയ ശേഷം കോൾ ചെയ്യണം. എന്നിട്ട് ഫോൺ റേഞ്ച് ചാർജ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് അവൻ്റെ ഫോൺ മേടിക്കണം. എന്നിട്ട് നീ അതിനകത്തുള്ള വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി എന്ന് പറയും. അപ്പോഴും നമ്മുടെ മീര പറയും, ഇത് അപകടമാണ് ശ്രുതി, നീ പറയുന്ന കണക്കല്ല. ഈ ഫോട്ടോ നീ ആൻ്റണിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൻ്റണി അത് സമൂഹ മാധ്യമങ്ങളിൽ ഇടും. അപ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലാവും ഈ വീഡിയോ എവിടെ പോയേക്കെന്നുള്ളത്. ഞാനാ ഷെയർ ചെയ്തേക്കുന്ന അവൻ മനസ്സിലായ പിന്നെ അവൻ എന്നെ വെച്ചേക്കത്തില്ല, എനിക്ക് ജീവിച്ച ആഗ്രഹം തീർന്നില്ലെന്നൊക്കെ ശ്രുതിയോട് പറയും. നീ എനിക്ക് ആ വീഡിയോ അയക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അവൻ്റെ ഫോണിൽ നിന്ന് നീ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം, അത്രയും ചെയ്താൽ മതി, വേറെ ഒരു പ്രശ്നമില്ലെന്ന് പറയും. ശരി, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ സച്ചിയുടെ കാറ് മീര ഓട്ടം വിളിക്കുന്നു. മൈത്രി നഗറിലോട്ട് പോകണമെന്ന് പറയുന്നു. അപ്പോൾ നീയാണോ എൻ്റെ വണ്ടി ഓട്ടം വിളിച്ചതെന്ന് പറയും. അതെ എന്ന് പറയും. സച്ചിയായിരുന്നോ? ഞാൻ വേറെ ആളെ വിളിച്ചത്, അപ്പോൾ അയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് വരാൻ, അങ്ങനെ അയാൾ മുഖേന സച്ചിയുടെ ഫോൺ നമ്പർ തന്നെയെന്ന് പറയും. ആരായാലും കുഴപ്പമില്ല, എനിക്കൊരു ഓട്ടം കിട്ടിയാൽ മതിയല്ലോ എന്ന് പറയും. പക്ഷേ നീ എന്തിനാ എപ്പോഴും പാർലറിയുടെ കൂടെ നടക്കുന്നത്? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും. ഞാൻ IT പ്രൊഫഷനിലാണ്, അവളുടെ ഏറ്റവും സുഹൃത്തല്ലേ എന്ന് പറയും. അവളുടെ കൂടെ അധികം ചങ്ങാത്തം കൂടെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയും.
അങ്ങനെ കാറിൽ കയറി. അങ്ങനെ സച്ചിയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം, എത്ര വയസ്സ് തൊട്ടാണ് ഡ്രൈവിങ് പഠിച്ചു തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഫോൺ കൈക്കലാകണമല്ലോ. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ശ്രുതി വിളിക്കുന്നുണ്ട്. അപ്പം ഫോൺ സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് ഫോൺ അങ്ങ് ഓഫ് ആവുന്ന കണക്കാവും. അയ്യോ ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ. കുറച്ച് കഴിയുമ്പം സംസാരിക്കുമ്പോൾ സച്ചി പറയും ഇന്നാന്ന് പറഞ്ഞ് ചാർജർ എടുത്ത് കൊടുക്കും. അയ്യോ ഈ ചാർജർ ഇത് കയറത്തില്ല, സച്ചിയുടെ ഫോൺ ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചിക്ക് ഇഷ്ടമില്ല കൊടുക്കാൻ. പിന്നെ അത്യാവശ്യം ആ സച്ചി നോക്കുമ്പോഴത്തേക്ക് അപേക്ഷിക്കുമ്പോൾ ഫോൺ അങ്ങോട്ട് കൊടുക്കും. ആ ഫോണിൽ നിന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് ശ്രുതിക്ക് ഫോർവേഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ സ്പോട്ടിൽ തന്നെ രേവതി വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കോള് വരുമ്പോൾ ഫോണിങ് ഇതാ, അല്ല ഞാൻ കോൾ ചെയ്യട്ടെ, നീ പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോണങ്ങ് ഒഴിക്കും. അങ്ങനെ രേവതി പറയും സച്ചിയേട്ടൻ ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സച്ചിനെ വരണമെന്ന് പറയും. എങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ട്രിപ്പുണ്ട്, മൈത്രി നഗറിലൊരു ആളെ ഇറക്കണം, അതിനുശേഷം ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരാമെന്ന് പറയും. എങ്കിൽ ഫോൺ ഇങ്ങോട്ട് താമസിച്ച് സംസാരിച്ച് കഴിഞ്ഞില്ലേ എന്ന് പറയും. അപ്പോഴത്തേക്ക് മൈത്രി നഗർ എത്തുകയും ചെയ്യും. പെട്ടെന്ന് എങ്കിൽ നീ ഇറങ്ങും, എന്താ ഇവിടെ, നിനക്കല്ലേ മൈത്രി നഗറിൽ ഇറങ്ങണമെന്ന് പറഞ്ഞതെന്ന് പറയും. ആ ഫോൺ ഇങ്ങോട്ട് സച്ചി, ഇനി എനിക്ക് സമയമില്ല, നീ ഒരു കാര്യം ചെയ്യും, വേറെ ആരുടെയെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറയും. അപ്പോഴത്തേക്ക് രേവതി അടുത്ത് പറയുന്നുണ്ട്, രേവതി ആ കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു, അപ്പം സന്യാസിയൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ട് മീരയ്ക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല. എങ്കിലും കുറച്ചൊക്കെ നമ്മുടെ മീരയ്ക്ക് ക്ലിയർ ആവും. അങ്ങനെ അവൾ വിഷമിച്ച് നിൽക്കും. ഉടനെ ശ്രുതി ഫോൺ ചെയ്യുന്നുണ്ട്. എന്തായി മീര? അതേ ഞാൻ നിന്നെ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടും കൂടി നേരിട്ട് കാണും. നേരിട്ട് കാണുന്ന സമയത്ത് ശ്രുതി മീരയോട് പറയും, എന്തായി നീ? ഞാൻ എല്ലാം ശരിയായതായിരുന്നു, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാറിൽ കയറി ഫോണിൽ സംസാരിച്ചിട്ട് ചാർജ് പോയെന്നൊക്കെ പറഞ്ഞു അവൻ്റെ ഫോൺ കൈക്കലാക്കി നിനക്ക് വീഡിയോ അയച്ചു തരാൻ തുടങ്ങിയപ്പോൾ തന്നെ രേവതി വിളിച്ചു. എങ്കിൽ രേവതി വിളിച്ചതിന് ശേഷം നിനക്ക് ഫോൺ മേടിച്ചുകൂടായിരുന്നു. അപ്പോഴത്തേക്ക് മൈത്രി നഗർ എത്തി. അവൻ പിന്നെ ഫോൺ തരുന്നില്ലെന്ന് പറയും. എന്തോ ചെയ്യുമെന്ന് പറയും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അതിനുശേഷം അവർ രണ്ടുപേരും അങ്ങ് തിരിച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മീര ഫോൺ ചെയ്യും ശ്രുതിയെ. എന്താടി? ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അത് അവർ തമ്മിൽ എന്തുവായിരുന്നു, നല്ല സ്നേഹത്തിലാടി. എന്തോ സ്നേഹമായിട്ടാണ്, റൊമാൻറ്റിക്കായിട്ടുമൊക്കെയാണ് രേവതിയോട് സച്ചി സംസാരിക്കുന്നത്. സത്യത്തിൽ കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അവരുടെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയെന്നൊക്കെ പറയും. അത് നമ്മുടെ ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം പറയും, ഞാൻ വേറൊരു കാര്യം പറയാനാണ് നിന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചത്. നവീൻ ദാസിനെ സച്ചി തിരിച്ചറിഞ്ഞെന്ന് പറയും. അതെ, കാറിൽ വെച്ച് രേവതിയോട് പറഞ്ഞു, ഞാൻ കേട്ടതാ. അമ്പലത്തിലിരുന്ന സന്യാസി ആരാന്ന് എനിക്ക് മനസ്സിലായി. സച്ചി അവൻ്റെ പുറകെ തന്നെ ഉണ്ടെന്ന് പറയും. അങ്ങനെ മീര പറഞ്ഞത് കേട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, ഇനി എന്താവും എന്നുള്ളത്. സച്ചി നവീൻദാസിനെ കണ്ടുപിടിക്കുമോ? നവീൻദാസിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവുമോ? അതിനു മുമ്പ് സച്ചിയുടെ ഫോണിൽ നിന്ന് ശ്രുതിക്കോ മീരയ്ക്കോ വീഡിയോ കൈക്കലാക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വളരെ ആകാംക്ഷഭരിതമായ മുഹൂർത്തങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും കഥ കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.